നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. എം.ജി. ശ്രീകുമാറും ഭാര്യ ലേഖയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ലിവിംഗ് ടുഗദറിന് ശേഷമായിരുന്നു വിവാഹം. മൂകാംബികയിലെ വിവാഹത്തിന്റെ കഥകളൊക്കെ നേരത്തെ മുതൽ വൈറലായതാണ്. നിഴലായി എല്ലായിടത്തും എം.ജിക്കൊപ്പം ലേഖ ഉണ്ടാവാറുണ്ട്. ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നതിന് എന്തിനു മടി കാണിക്കണം? ഞാൻ എവിടെ പോയാലും കൂടെ കൂട്ടാറുണ്ട്. എനിക്ക് ഭാര്യയെ പേടിയാണെന്നൊക്കെ ചിലർ കളിയാക്കാറുണ്ടെന്നും എം.ജി മുൻപ് പറഞ്ഞിരുന്നു. വർഷങ്ങളായി തങ്ങളുടെ കുടുംബജീവിതം ആർക്കും അസൂയ തോന്നുന്ന രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ലേഖയുമായുള്ള വിവാഹത്തിന് എം.ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു. ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുണ്ട്. എവിടെ പോയാലും നിഴലായി കൂടെയുണ്ട് എം.ജിക്കൊപ്പം ലേഖയും. ജന്മനാ കിട്ടിയതാണ് തനിക്ക് പാട്ടെന്ന് എം.ജി. ശ്രീകുമാർ പറയാറുണ്ട്. കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാരായിരുന്നു. അതാണ് തനിക്കും കിട്ടിയത്. കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടായിരുന്നു എല്ലാം. ഇടയ്ക്ക് ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് പാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. ചേട്ടനും ചേച്ചിയും എന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇടയ്ക്ക് വെച്ച് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചേച്ചിയുമായി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആനീസ് കിച്ചണിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു എം.ജി. ശ്രീകുമാർ ആ സന്തോഷം പങ്കുവച്ചത്. ഓമനക്കുട്ടി എന്റെ ചേച്ചിയാണ്, അമ്മയുടെ സ്ഥാനമാണ്. കുറെ നാൾ ചേച്ചി എന്നോട് മിണ്ടത്തില്ലായിരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറെ പേരുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഞാൻ എറണാകുളത്താണല്ലോ, ചേച്ചിയുടെ അടുത്ത് പോയി ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ കുറേ കഥകൾ ഇറക്കി. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു സത്യമുണ്ടല്ലോ. കഴിഞ്ഞ മാസം ചേച്ചി എൻ്റെ വീട്ടിൽ വന്നു. ചേച്ചിയുടെ മോൾ ലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ എന്തിനാടാ നമ്മൾ 10-15 വർഷം മിണ്ടാതിരുന്നതെന്ന്. അക്കൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അക്കൻ എന്തിനാണ് എന്നോട് മിണ്ടാതിരുന്നത് എന്ന് ഞാനും ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇമോഷണലായിരുന്നു. ഇവളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു. സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് പോയത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഫാമിലിയാണ്. അതിനെ ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയ സംഗീതത്തെ നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഇളം തലമുറക്കാരും പാട്ടുകാരാണ്. സംഗീതമല്ലേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആര് നോക്കിയാലും തകർക്കാനാവില്ല. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അത് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. മേടയിൽ വീട്ടിലേക്ക് വീണ്ടും പോയതിന്റെ വിശേഷങ്ങൾ എം.ജിയും ലേഖയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഓർമ്മകൾ ഓടക്കുഴലൂതി മേടയിൽ വീട്ടിൽ ഒരുപാട് ഓർമ്മകൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചേച്ചിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചത്. ചേട്ടനുള്ള സമയത്ത് വേണമായിരുന്നു ഈ ഒത്തുചേരൽ. കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ആഗ്രഹിച്ച കൂടിച്ചേരൽ, കാണാൻ ആഗ്രഹിച്ച കാഴ്ച. എം.ജിയെ മകനെ പോലെ കാണുന്ന ചേച്ചി. ഈ സ്നേഹം ഇനി എന്നും നിലനിൽക്കട്ടെ തുടങ്ങിയ കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഒരാളുടെ കണ്ണുനീര് വീഴ്ത്തിയാൽ കാലം നമുക്ക് തിരിച്ചു തരും. ഒത്തിരി ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. പ്രതികാരമാക്കാതെ ഇരിക്കുക. എന്റെ വിധമാണ് ഞാൻ പറയുന്നത്. മറ്റൊരാൾ ചെയ്യുന്നത് പോലെ അത്രയും ചെയ്ത് പരിചയമില്ല എന്ന് ഞാൻ പറയാറുള്ളതാണ്. എന്റെ രീതിയിലെ ഞാൻ പ്രസന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ ആരോടും പറയുന്നില്ല എന്നായിരുന്നു ലേഖ പറഞ്ഞത്. അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. അമ്മയായിരുന്നു എല്ലാം. ഇപ്പോൾ ഇയാളും അതാണ് അതിന്റെ ഒരു സത്യമെന്ന് എം.ജി പറഞ്ഞു. എന്റെ കയ്യിൽ പിടിച്ച് ഉമ്മ വെച്ച് നന്നായി വരും മോനെ എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ട്. അമ്മ മരിക്കുകയാണെങ്കിൽ കൂടെ ചിതയിൽ ചാടി മരിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അത്രയും സ്നേഹമാണ് അമ്മയോട്. പിന്നെ ചേട്ടന് പുറകിൽ ഇരുന്ന് പാടിയതിന്റെ 100-1 പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെ ചെന്നാലും അവിടത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. പുറത്തൊക്കെ പോയി കഴിച്ചു മടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ചോറും കറിയും കിട്ടിയാൽ മതിയെന്നാവും. 10-15 ദിവസമൊക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ പറയും വേണ്ട. എന്തൊക്കെയായാലും നമ്മൾ മലയാളികളാണ്. നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. വ്ലോഗ് ഞാൻ നിർത്തിയതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് കുറെ യാത്രകളൊക്കെ വന്നു. കോവിഡ് കാലത്തായിരുന്നു വ്ലോഗ് തുടങ്ങിയത്. അന്ന് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. കുറെ നാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഇടയ്ക്ക് ഞങ്ങൾ പുറത്തു പോയപ്പോൾ കുറെ ആളുകൾ അടുത്തേക്ക് വന്നു. ഫോട്ടോ എടുക്കാൻ തയ്യാറായി ഞാനിരുന്നു. ആളുകളൊക്കെ വന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് നിൽക്കാറുള്ളത്. അയ്യോ ചേച്ചിയുടെ പാചകം എന്തൊരു ഇഷ്ടമാണെന്നോ എന്ന് പറഞ്ഞ് ഇവളോടാണ് ഇവർ സംസാരിച്ചത്. ഞാനിങ്ങനെ ഒരു സൈഡിൽ മാറി നിന്നു. ഫോട്ടോ എടുക്കുന്നു, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. 1 വർഷം കുറച്ച് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ. 45 വർഷമായി പാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ ഇങ്ങനെയെന്നായിരുന്നു ഞാൻ വിചാരിച്ചതെന്നും എം.ജി. ശ്രീകുമാർ പറഞ്ഞു. മാഗസീനിൽ എല്ലാവരെയും കുറിച്ച് മോശമായതൊക്കെ എഴുതുന്നില്ലേ? ഞങ്ങളെക്കുറിച്ചുള്ളത് തമാശയായാണ് ഞങ്ങൾ എടുക്കുന്നത്. കണ്ടില്ല ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. എന്തൊക്കെ ചെയ്താലും സോഷ്യൽ മീഡിയയിൽ കുറെ പേർ മോശം പറയും. ഞാൻ കമന്റുകളൊന്നും വായിക്കാറില്ല. എന്നെ അറിയുന്ന കുറച്ചു പേരുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ബോധർ ചെയ്യാറില്ല.
എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ആയിരിക്കും. ഒരു രാജ്യത്ത് പോവുകയാണെങ്കിൽ അവിടെ കാണാനുള്ളതിന്റെ എല്ലാം ഫോട്ടോ എടുത്തു വെക്കും. ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. യൂണിവേഴ്സിൽ പവറിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനെന്നുമായിരുന്നു ലേഖ പറഞ്ഞത്. മമ്മൂട്ടി ചിത്രത്തിൽ ഗാനം ആലപിച്ചുകൊണ്ടാണ് സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് MG ശ്രീകുമാർ എത്തുന്നത്. പിന്നീട് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായകനായി മാറുകയായിരുന്നു. നിരവധി ഹിറ്റ് ഗാനങ്ങളിലാണ് MG പ്രേക്ഷകർക്കായി നൽകിയത്. 2000-ൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് MG ശ്രീകുമാറും ലേഖയും വിവാഹിതരായത്. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടായെങ്കിലും പാപ്പരാസികൾ പലപ്പോഴും ഇരുവരെയും കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. ഇതിന് മറുപടിയായി ലേഖ ശ്രീകുമാർ രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു. ഇനി തങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരെ നിയമപരമായി നേരിടുമെന്നായിരുന്നു ലേഖ പറഞ്ഞിരുന്നത്. ഞങ്ങൾ തീരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ആൾക്കാരല്ല. ഒളിച്ചോടി പോകേണ്ട ഒരു ആവശ്യമില്ല. 2 സൈഡിൽ നിന്നും വെൽ സെറ്റിൽഡ് ആയിരുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല മാരേജ്. പ്യുവർ ലവ് ആയിരുന്നു. ഇപ്പോൾ കേൾക്കുമ്പോൾ പറയും വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടി എന്നൊക്കെ പറയും. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ. എത്ര കല്യാണമാണ് നടക്കുന്നത്? നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ആരെയാണ് പേടിക്കേണ്ടത്? ഈശ്വരനെ അല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ടതില്ല. നമുക്ക് ഇത്രയും പ്രായമായി. എൻ്റെ മകള് കല്യാണം കഴിച്ചു. നമ്മൾ നമ്മളുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ്. ഇനിയും കമന്റ് എഴുതിക്കോളൂ. എന്നെയോ ശ്രീകുട്ടനെയോ വിഷമിപ്പിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. 40 വർഷത്തിലേറെയായി ഇനി നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ മാറുമല്ലോ. 2025 മുതൽ ഞാൻ പ്രതികരിക്കും. ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടൊരു സ്ത്രീ എഴുതി. അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. അവർ മാപ്പ് പറഞ്ഞു. ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. 2ാമതും 3ാമതുമായപ്പോൾ ഞങ്ങൾ സൈബർ പരാതി കൊടുത്തു. എന്നെക്കുറിച്ച് ആര് മോശമായി പറഞ്ഞാലും ഇനി ഞാൻ അത് എഴുതും. ഞാൻ ചെയ്യും. 40 വർഷത്തിലധികമായി വിവാഹ ജീവിതം ജീവിക്കാൻ പഠിപ്പിച്ചു. സ്നേഹമുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടു. MG ശ്രീകുമാർ എന്ന ഭർത്താവ് 100% പെർഫെക്റ്റ് ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ അദ്ദേഹം വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തത് മറക്കാൻ പറ്റില്ല. എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനാൽ ഞാൻ പറഞ്ഞു വേണ്ട, ഒരുപാട് പ്രശ്നങ്ങളാണെന്ന്. എന്നാൽ അദ്ദേഹം വിടാൻ കൂട്ടാക്കിയില്ല. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വരുന്ന കമന്റുകളിൽ പ്രതികരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഈ സംഗീത ലോകത്ത് തന്നെ എത്ര പേർക്ക് കുഞ്ഞുങ്ങളില്ല? അവരൊന്നും ഇങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്നതായി എനിക്ക് തോന്നുന്നില്ല. എന്തോ അവരെക്കുറിച്ചൊന്നും അധികം അറിയുന്നില്ല. കുട്ടികളെന്നത് ഞങ്ങൾ 2 പേരും നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ടാകാത്തതുമല്ല. ഞാൻ പ്രസവിക്കാൻ കഴിവില്ലാത്ത ആളുമല്ല. വേണ്ട എന്ന നിശ്ചയിച്ചതാണ്. ഒരു സ്ത്രീയുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ലതികാദേവി സരസ്വതി, വലിയ പേരൊക്കെയാണ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള കമന്റാണ് എനിക്ക് എപ്പോഴും ഇടാറുള്ളത്. പിന്നെ ഷീബ, രമ, അത് കൊല്ലം. ഈ 2 വ്യക്തികളോടും പറയുകയാണ്, ദയവായി എന്നെയോ ഭർത്താവിനെയോ കുറിച്ച് നല്ലതും പറയേണ്ട, ചീത്തയും പറയേണ്ട. ഇനി എന്നെക്കുറിച്ച് മോശമായിട്ട് എഴുതുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ നമ്മൾ ലീഗലായിട്ട് പോകും. എനിക്കിനി കേട്ടിരിക്കേണ്ട കാര്യമില്ല. ഇവരുടെ വീടൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ എന്താണുള്ളതെന്നും അറിയാം എന്നാണ് ലേഖ പറഞ്ഞത്. ഗായകൻ മാത്രമല്ല, സംഗീത സംവിധായകൻ, ടെലിവിഷൻ അവതാരകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് MG ശ്രീകുമാർ. 1983-ൽ റിലീസായ മമ്മൂട്ടി സിനിമയായ കൂലി എന്ന സിനിമയിലെ വരികൾ പാടിയാണ് MG ശ്രീകുമാർ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് സജീവമാകുന്നത്. ഇതുവരെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിലായി 2000-ന് മേൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും MG ശ്രീകുമാർ എന്ന താരത്തിന്റെ ശബ്ദത്തിലെഴുതിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ്. ഗായകനായും റിയാലിറ്റി ഷോ വിധികർത്താവായും അവതാരകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം.